കൊച്ചി കോർണറിൽ കോവയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ പോണത്. കോവയ്ക്ക വെച്ച് ഒത്തിരി ഡിഷസ് ഉണ്ടാക്കാല്ലേ, അതുപോലെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. കോവയ്ക്ക വെറുതെ പച്ചയ്ക്ക് തിന്നാനും നല്ലതാട്ടോ. ഞാൻ സിമ്പിളായിട്ട് ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് തോരനാവും. തേങ്ങ നമുക്ക് ചിരണ്ടിയിട്ടോ അതായത് ചെറുതായിട്ട് കട്ട് പീസായിട്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ മെഴുക്കുരുട്ടി ഉണ്ടാക്കണേ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഓണിയൻ എടുത്തിട്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു 500 ഗ്രാം കോവയ്ക്ക എടുത്തത്. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. കോവയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ട് എടുക്കാനായിട്ട് അതിന് ചെറിയൊരു കറ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കോവയ്ക്കയും സവാളയും കൂടി ഒരു പരന്ന പാനിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കോവയ്ക്ക ഡൈജസ്റ്റ് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ നല്ലതാട്ടോ. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, പിന്നെ അതുപോലെ കൊളസ്ട്രോള്, പിന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിനും വളരെ നല്ലതാണ് കോവയ്ക്ക മെഴുക്കുരുട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പും എണ്ണയും, നമുക്ക് കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി. ഞാൻ ഇതിൻ്റെ അകത്ത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും നല്ലതാട്ടോ. പച്ചമുളകിന് പകരം നമുക്ക് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളകൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. കോവയ്ക്ക് വെച്ചിട്ട് മെഴുക്കുരുട്ടിയും തോരൻ മാത്രമല്ല, നമ്മൾ സാമ്പാറിൽ ഇടാറുണ്ട്, അവിയലിൽ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലേ കോവക്ക ഫ്രൈ. അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. കോവയ്ക്ക എപ്പോഴും വാങ്ങുമ്പോൾ പിഞ്ച് നോക്കി എടുക്കണം. പഴുത്തതാണെങ്കിൽ നമ്മൾ കറിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചു. നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കോവയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അൽഷിമേഴ്സ് രോഗത്തിന് വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. നമ്മുടെ കോവയ്ക്ക മെഴുക്കുരുട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.